recording. ഗോവയിലെ അഗ്വാഡ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ടിക്കറ്റ് കൗണ്ടറാണ്. Recording. Camera. അതല്ലേ, അഗ്വാഡ ഫോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പോവുകയാണ്. നേരത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ചെന്നു, ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൗണ്ടർ വരാൻ ലേശം ഒരു ഉടായിപ്പാട്ടോ. അവിടെ ചെന്ന് ഞാൻ ഇപ്പോൾ ഒരു 20 ആൾക്കാരെ കണ്ട്. എല്ലാവരോടും 5 റുപ്യ ചില്ലറല്ല എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കിപ്പോയി. 20 ആൾ 5 റുപ്യ ഒഴിവാക്കുമ്പോൾ തന്നെ എത്രയും 100 റുപ്യ. നമ്മളടുത്ത് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് പൈസ എടുത്ത് കൊടുത്തു. GPay ആണെങ്കിൽ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല, കൃത്യമല്ല. കുറേ കാര്യങ്ങൾ ബില്ല് ചെയ്തൊക്കെ കൊടുത്തിട്ടും കാര്യങ്ങൾ ഓക്കെ അല്ല. എന്താ ഭാഷ വായിക്കുന്നത്? Portuguese faced much opposition from other European invaders and the French and the Dutch English. ഈ പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതാ ഈ ഒരു ബോർഡിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കണേ. കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല, പ്രിപ്പയർഡ് അല്ല. അപ്പം എന്തായാലും പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ഫോർട്ടാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഇത് എന്നുണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കാണും. നിങ്ങളത് നോക്കി മനസ്സിലാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Stop recording. ഇതാണ് കോട്ട മതിൽ. ഇനി ഇതിലങ്ങോട്ടേക്ക് നമ്മൾ പോകണം. Pause. ഒരു സെക്കൻഡ്. Pause. ഇതാ നമ്മുടെ ഈ വഴി കയറി വന്നു. ഇത് ഒബ്സർവേഷൻ കേന്ദ്രമാണെന്ന് തോന്നുന്നുണ്ട്. ആ ഉയരത്തിൽ കാണുന്നത് കോട്ടയുടെ ചുറ്റുമതിലുകൾ ഇതാണ്. Stop recording. Pause. നമ്മൾ ആ താഴെ നിന്ന് ഒന്ന് മേലേക്ക് കയറിയപ്പോഴുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. Stop recording. നമ്മളിപ്പോൾ കോട്ടയുടെ മേലെ കൂടെ അങ്ങനെ നടക്കുകയാണ്. ആ കാണുന്ന ദൂരത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. Pause. Recording. മണ്ടോവി റിവറാണ് ഈ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മൾ എന്താ പറയുക, റെയ്സ് മാഗോസ് ഫോർട്ട്. ഇതിൻ്റെ നേരെ അക്കരയാണ്. രണ്ടും അക്കരയായിട്ടാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഒരു തണൽ ഇവിടെ ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ വഴി അങ്ങോട്ട് പോകണം. Pause. Recording. അവിടെ ഈ കോട്ടയുടെ മുമ്പിൽ നല്ലൊരു പുൽത്തകടി ഉള്ള, അത്യാവശ്യം അങ്ങനെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ പറ്റിയൊരു ഗാർഡനും ഉണ്ട്. നമ്മൾ ആ ഗാർഡനിൽ കുറച്ച് നേരം ഇരിക്കാം. ഇരുന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. Recording. അഗ്വാഡ കോട്ടിൻ്റെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മളുടെ സമയം വൈകിപ്പോയി. അതുകൊണ്ട് നേരെ നമ്മളിങ്ങോട്ട് ബീച്ചിലേക്ക് വന്നു. അഗ്വാഡ ഫോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അത്യാവശ്യം വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള നമ്മളെ കോഴിക്കോട് ബീച്ചിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
കൊച്ചിയിലെ ബീച്ചിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല ബീച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഗുണവും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇറങ്ങി നോക്കിയാലേ പറ്റുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.